ഹൈ ഡിയർ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ് ടു ഓൾ. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പറഞ്ഞിരുന്നതനുസരിച്ച് കൃത്യമായിട്ട് ആഴ്ചയിൽ 2 ക്ലാസ് വെച്ച് നമ്മൾ എടുക്കുന്നില്ല. അതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ അതിൻ്റേതായ കാരണങ്ങൾ ഞാൻ പറഞ്ഞുവല്ലോ. നമ്മൾ ആർക്ക് വേണ്ടിയാണ് ഈ ക്ലാസ് എടുക്കുന്നത് എന്ന് പറഞ്ഞു. പക്ഷേ അതിന് പലരും ഇങ്ങോട്ട് കംപ്ലൈൻ്റ് അയക്കാൻ തുടങ്ങി. ഈ സ്കൂളിൽ പോകുന്നവരെ മാത്രം ഉദ്ദേശിച്ചല്ല ഈ ക്ലാസ് തുടങ്ങിയത്. അതുകൊണ്ട് അങ്ങനെ ക്ലാസ് ആഴ്ചയിൽ 1 വെച്ച് അത് കുറയ്ക്കരുത് എന്ന് ഒരു അഭിപ്രായം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ കാണാൻ സാധിക്കുന്നവർ കാണുക, അല്ലാത്തവർക്ക് വേണ്ടി നമുക്ക് എന്തെങ്കിലും ചോദിക്കുവാനോ പറയുവാനോ ഉണ്ടെങ്കിൽ നമുക്ക് നേരിട്ട് സംസാരിക്കാം കേട്ടോ. നേരിട്ട് സംസാരിക്കുവാനുള്ള മാർഗം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടൊരു കാര്യം ചെയ്യാം, ക്ലാസ് എടുക്കുന്നു, കാണാൻ സാധിക്കുന്നവർ കാണുക, അല്ലാത്തവർക്ക് വീണ്ടും ഈ വീഡിയോ അവിടെ കിടക്കുമല്ലോ, നമുക്ക് റിവൈൻഡ് ചെയ്ത് കേൾക്കാമല്ലോ. ഓക്കെ, അതുകൊണ്ട് കൃത്യമായിട്ടും ഇനി ക്ലാസ്സുകൾ ലെറ്റ്സ് ടേക്ക് ദ ക്ലാസ്സസ് ആസ് മച്ച് വി ക്യാൻ. ഓക്കെ, കം ഓൺ, ലെറ്റ്സ് സ്റ്റാർട്ട് അവർ ക്ലാസ് ടുഡേ. ടുഡേസ് ക്ലാസ് ഈസ് വി ആർ ടെല്ലിങ് അബൌട്ട് ഇത് പറഞ്ഞ കൂട്ടുകാർ അഭിപ്രായം പറഞ്ഞത് അല്ലെങ്കിൽ അവർക്ക് തോന്നിയ ഒരു ചെറിയ ഒരു നിർദ്ദേശമായിട്ട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് ചോദിച്ചാൽ, അവർക്ക് പറഞ്ഞു വരുമ്പോൾ ചില വാക്കുകൾ തമ്മിലുള്ള അർത്ഥവ്യത്യാസം അത് തമ്മിലൊന്ന് കോണ്ടാക്റ്റ് വരുന്ന അതിൻ്റെ അവർക്ക് എന്തോ ഒരു സംതിങ് അവർക്ക് അന്നേരം ഒരു ചെറിയൊരു ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്ന ആ വാക്കാണോ ഈ വാക്കാണോ അത് തമ്മിലുള്ള വ്യത്യാസം എന്ത്, ഇത് തമ്മിലുള്ള വ്യത്യാസം എന്ത് എന്നൊരു ചെറിയൊരു കൺഫ്യൂഷൻ അവർക്ക് അനുഭവപ്പെടുന്നുവെന്ന്. അതുകൊണ്ട് അതുപോലെയുള്ള വാക്കുകൾ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എപ്പോഴാണ് ഉപയോഗിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഒന്ന് പറഞ്ഞു തരണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഒരാൾ. പിന്നെ നമ്മൾ നേരത്തെ പഠിച്ചായിരുന്നു ആസ് ചേർത്ത് ആസ് ഏർലി ആസ് പോസിബിൾ, ആസ് മച്ച് യു ക്യാൻ ഓർ ഐ ക്യാൻ, അങ്ങനെയുള്ള വാക്കുകളൊക്കെ നമ്മൾ പറഞ്ഞായിരുന്നു. അത് അങ്ങനെയുള്ള വാക്കുകളെ കുറിച്ചും കൂടിയാണ് ഇന്ന് ക്ലാസ് എടുക്കണമെന്ന് നമ്മൾ ക്ലാസ് സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന. കാരണം ഈ ക്ലാസ് ഇട്ട് ആദ്യത്തെ ഒരു 24 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ സ്ഥിരമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്ന സബ്സ്ക്രൈബേഴ്സ് കൃത്യമായിട്ടും കണ്ടിരിക്കും. അതുപോലെ ക്ലാസ്സിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന കുറേ പേരുണ്ട്. അവർക്ക് വേണ്ടിയാണ് നമ്മളിപ്പോൾ ഈ ക്ലാസ് ഇടുന്നത്. ഓക്കെ, ഫോർ ദം ഐ വിൽ ടേക്ക് ദ ക്ലാസ്സസ് ഓർ വീഡിയോ. I told you as many classes as I can. Okay, then let's start our class today. Okay, we are going to tell about the previous topic which we told. Okay, come on. Okay, still and till. We are going to study about these two now. ഇത് ഒന്നിൻ്റെ അർത്ഥം ഇനിയും, രണ്ടാമത്തതിൻ്റെ അർത്ഥം വരെ. ഇതാണ് നമ്മളെ ഈ കൺഫ്യൂസ്ഡ് ആക്കുന്ന 2 വേർഡ്സ് എന്നാണ് ഇവര് പറഞ്ഞിരിക്കുന്നത്. ഈ സ്റ്റിൽ എപ്പോഴാണ് ഉപയോഗിക്കുന്നത്, ടിൽ എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്ന് ഇത് പറയുമ്പോൾ പലർക്കും അവിടെ വെച്ച് ബുദ്ധിമുട്ടുണ്ടാവുന്നു എന്ന് പറയുന്നു. ഓക്കെ, ഡോണ്ട് ഗോ ഔട്ട് ടിൽ ഐ കം ബാക്ക് എന്ന് പറഞ്ഞാൽ എന്താണ്? ഡോണ്ട് ഗോ ഔട്ട് ടിൽ ഐ കം ബാക്ക് എന്ന് പറഞ്ഞു. അതുപോലെ ഡോണ്ട് ഓപ്പൺ ദ ഡോർ ടിൽ ഐ കോൾ യു. ഇതിൻ്റെ അകത്ത് ടിൽ വന്നിട്ടുണ്ട്. ഈ ടില്ലിന്റെ മീനിങ് എന്താണെന്ന് നോക്കൂ. ഇവിടെ നോക്കി ഒന്ന് കണ്ടുപിടിച്ചേ. ഞാൻ തിരിച്ചു വരുന്നത് വരെ പുറത്തു പോകരുത്. ഞാൻ തിരിച്ചു വരുന്നത് വരെ പുറത്തു പോകരുത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ അകത്തായിരിക്കണം. അതുപോലെ ഞാൻ വിളിക്കുന്നത് വരെ കതക് തുറക്കരുത്. അന്നേരം ഈ ടില്ലിന്റെ അർത്ഥം എന്താണ്? വരെ എന്നാണ് ഈ ടില്ലിന്റെ അർത്ഥം. ഞാൻ വിളിക്കുന്നത് വരെ കതക് തുറക്കരുതെന്നും ഞാൻ തിരിച്ചു വരുന്നത് വിളിക്കുന്നത് വരെ കതക് തുറക്കരുതെന്നും അതുപോലെ ഞാൻ തിരിച്ചു വരുന്നത് വരെ പുറത്തു പോകരുത് എന്നും പറയുമ്പോൾ ടില്ലിന്റെ മീനിങ് ഇവിടെ കറക്റ്റ് നമുക്ക് ഇത് ഡയറക്റ്റ് ആയി ഇല്ലേ? മീനിങ് ക്ലിയർ ആയല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ then what about the still? ഇനി ഈ സ്റ്റിൽ ഇനിയും എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്? ഇനിയും എന്ന വാക്ക് എപ്പോൾ നമ്മൾ ഉപയോഗിക്കും, അത് ഏത് സമയത്ത് ഏത് അർത്ഥത്തിൽ ആണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്, അതാണ് നമുക്ക് ഇനിയും പഠിക്കാനുള്ളത്. ഈ ടിൽ ക്ലിയർ ആയല്ലോ. നമ്മൾ എപ്പോഴാണ് ഈ ടിൽ ഉപയോഗിക്കുന്നതെന്ന് ക്ലിയർ ആയല്ലോ. ഓക്കെ, then let's study about still. What about this still? Okay, see, look here.
Okay, still. Next we are going to tell about still. Still means ഇതിപ്പം പറയുമ്പോൾ മനസ്സിലാകും ഈ സ്റ്റില്ലിന്റെ അർത്ഥം എങ്ങനെയാണെന്നും എവിടെയാണ് നമ്മൾ ഈ സ്റ്റിൽ ഉപയോഗിക്കേണ്ടി വരുന്നത് എന്നും. ടൈം ഈസ് ഓവർ, സ്റ്റിൽ യു ഡിഡിന്റ് ഗെറ്റ് റെഡി. ടൈം ഈസ് ഓവർ, സ്റ്റിൽ യു ഡിഡിന്റ് ഗെറ്റ് റെഡി എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം എന്താണ്? സമയം ഒത്തിരിയായി, ഇനിയും നിങ്ങൾ റെഡി ആയില്ല. സമയം ഒത്തിരിയായി, ഇനിയും നിങ്ങൾ റെഡി ആയില്ല എന്ന് പറയുമ്പോൾ സമയമൊക്കെ കഴിഞ്ഞു പോയി, ഇനിയും ഇതുവരെ കഴിഞ്ഞു, ഇനിയും നിങ്ങൾ റെഡി ആയില്ല. ഇതാണ് സ്റ്റിൽ. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇവിടം വരെ, ഇതാണ് ഇനിയും എന്നതിന്റെ അർത്ഥം. അതുപോലെ സ്റ്റിൽ യു ഡിഡിന്റ് ടെൽ മീ ദ ട്രൂത്ത്. ഇനിയും നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞില്ല. ഇത്രയും നേരമായി ഇനിയും നിങ്ങൾ എന്നോട് സത്യം പറഞ്ഞില്ല. അതാണ് ഈ സ്റ്റിൽ എന്ന വാക്കുകൊണ്ട് ഉപയോഗിക്കുന്നത്. സ്റ്റിൽ. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഇനിയും എന്നും, ടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നുമാണ് മീനിങ്. ഇത് പറഞ്ഞു വരുമ്പോൾ ഈ വാക്കുകൾ തമ്മിൽ മാറിപ്പോകാതിരിക്കുവാൻ ശ്രദ്ധിക്കുക. കാരണം ഇത് തമ്മിൽ വളരെയധികം വ്യത്യാസമുള്ള രണ്ട് വാക്കുകളാണ് സ്റ്റിൽ ആൻഡ് ടിൽ. അതുപോലെ ഈ സ്റ്റിൽ എന്ന് പറഞ്ഞാൽ ഈ വാക്കിന് വേറൊരു വെർബായിട്ട് പറയുമ്പോൾ വേറൊരു മീനിങ് ഉണ്ട് കേട്ടോ. സ്റ്റിൽ എന്ന് പറഞ്ഞാൽ നിശ്ചലമായിട്ട്, നിശ്ചലം എന്ന മീനിങ് വരുന്ന ഒരു വാക്കായിട്ട് ഈ സ്റ്റിൽ എന്ന വാക്ക് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അതുകൂടെ കീപ് ഇറ്റ് ഇൻ യുവർ മൈൻഡ് ദാറ്റ് ഈ സ്റ്റില്ല് വെർബായിട്ടും നമ്മൾ ഉപയോഗിക്കും. പക്ഷേ ഈ സ്റ്റില്ലും ടില്ലും വരുമ്പോൾ ഇനി അതിന് വരുന്ന വാക്കുകളാണ് ഇനിയും എന്ന് സ്റ്റില്ലിനും, ടിൽ എന്ന് പറഞ്ഞാൽ വരെ എന്നും മീനിങ് വരുന്നു. ഇത് മനസ്സിൽ വെച്ചുകൊണ്ട് ഇനി സംസാരിക്കുക. ഈ സംശയം ചോദിച്ച കൂട്ടുകാർക്ക് ഇത് മനസ്സിലായോ? മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ ഓക്കെ സ്റ്റില്ലും ടില്ലും തമ്മിലുള്ള ഡിഫറൻസ് മനസ്സിലായോ? ഇനി അത് ഉപയോഗിക്കേണ്ടത് എങ്ങനെയാണെന്ന് ആർക്കും തെറ്റിപ്പോവുകയില്ലല്ലോ. അത് അങ്ങനെയുള്ള വാക്കുകൾ, സംശയം ഉണ്ടാകുന്ന രീതിയിലുള്ള വാക്കുകൾ വരുമ്പോൾ അത് നമ്മൾ ഉപയോഗിച്ച് മറ്റുള്ളവരുടെ മുന്നിൽ വെച്ച് ഉപയോഗിച്ച് നമ്മൾ നാണം കെടുന്നതിലും ഭേദം നമ്മൾ തന്നെ നമ്മളെ ആദ്യമേ പഠിപ്പിച്ചതിന് ശേഷം നമ്മൾ മറ്റുള്ളവരെ പഠിപ്പിക്കാൻ, അല്ലെങ്കിൽ നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുവാൻ ശ്രമിക്കുക. നമ്മൾ സംസാരിക്കും തോറും ആണ് നമ്മൾ പറയുവാൻ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ തെറ്റ് പറഞ്ഞ് സംസാരിക്കുന്നത്, അത് തെറ്റ് പറഞ്ഞ് മറ്റുള്ളവരോട് തെറ്റ് പറഞ്ഞല്ല സംസാരിച്ച് പഠിക്കേണ്ടത്. നമ്മൾ സംസാരിക്കാൻ അറിയാവുന്ന ഒരാളോട് നമ്മൾ സംസാരിക്കുക. അപ്പോൾ നമുക്ക് വരുന്ന തെറ്റുകൾ ക്ലിയർ ചെയ്ത് പിന്നെ നമ്മൾ പരസ്പരം സംസാരിക്കാൻ പഠിക്കാം. ഓക്കെ, is this class clear to you? Then okay, in the next class let's study about us. Us, that means as, us എന്ന വാക്കിന്റെ മീനിങ്ങും അത് എപ്പോഴാണ് ഉപയോഗിക്കുന്നതെന്നും കൂടി നമുക്ക് പഠിക്കാം. ഓക്കെ, see you in the next class with us. Okay, thank you. Till we meet again. Till ഇത് നമ്മൾ എന്നും പറഞ്ഞ് അവസാനിപ്പിക്കുന്ന വാക്കുകൾ അതല്ലേ. till we meet again എന്ന് പറഞ്ഞാൽ വീണ്ടും കണ്ടുമുട്ടുന്നത് വരെ. Okay, till we meet again in the next class. Bye.